ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ. വിശേഷതയേറിയൊരു പഠന പരമ്പരയുടെ 112ാമത്തെ അവതരണത്തിലാണ്. നമ്മുടെ പഠന വിഷയം റോമർക്കെഴുതിയ ലേഖനം. റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 112ാമത്തെ അവതരണത്തിൽ ബൈബിളിലെ തന്നെ ഏറ്റവും വിഷമതയേറിയത് എന്ന് പറയപ്പെടുന്നൊരു വേദഭാഗത്തിൻ്റെ വിശദീകരണത്തിലാണ്. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21 വരെ ആ വേദഭാഗം. ഒന്നാം ആദാം, രണ്ടാം ആദാം, ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടിയായ ആദാമിനെയും രണ്ടാമതാം ആദാം എന്ന പേരിൽ അറിയപ്പെട്ട കർത്താവ് യേശുവിനെയും അവതരിപ്പിക്കുന്ന വേദഭാഗം. വിശ്വാസത്താലുള്ള നീതീകരണമെന്ന വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വേദഭാഗത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് നീതീകരണം ആവശ്യമായി വന്നത്, നീതീകരണത്തിൻ്റെ വഴി എന്തായിരുന്നു എന്നെല്ലാം വ്യക്തമാക്കുന്ന വേദഭാഗം. ഈ വേദഭാഗം 12 മുതൽ 21 വരെ റോമലേഖനം 5-ൽ ആദ്യം ആദാമിനെയും രണ്ടാമതാമായ ക്രിസ്തുവിനെയും ആദ്യം അവതരിപ്പിച്ചു. 12 മുതൽ 14 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനാൽ നിവർത്തിച്ചത് ആ വലിയ കടമയാണ്. രണ്ടുപേരെയും ലോകത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിച്ചു. ഏക മനുഷ്യനാൽ, ആദ്യത്തെ ആദാമിനാൽ കടന്നു വന്ന പാപവും പാപത്താൽ കടന്നു വന്ന മരണത്തിൻ്റെ വിവിധ തലങ്ങൾ, സകല മനുഷ്യരും പാപം പരക്കുന്ന അവസ്ഥകൾ. അതേസമയത്ത് രണ്ടാം ആദാമിൻ്റെ പ്രതിരൂപമാണ് അല്ലെങ്കിൽ നിഴലാണ് ഒന്നാമത്തെ ആദാമെന്ന് പറഞ്ഞു. അപ്പം ആദ്യം 12 മുതൽ 14 വരെ ഇവരെ പരിചയപ്പെടുത്തി. തുടർന്ന് 15 മുതൽ 17 വരെ ഉള്ള വേദഭാഗത്തിൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം, വൈരുദ്ധ്യം അവതരിപ്പിച്ചു. ആ വേദഭാഗം ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചിട്ട് മുന്നോട്ട് പോകാം. റോമലേഖനം കാരണം വളരെയധികം തവണ ഇത് ആവർത്തിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഈ വേദഭാഗം മനുഷ്യർ നിമിത്തം അത് ബുദ്ധിമുട്ടാക്കിയതാണ്. വാസ്തവത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് വിശദമായി വ്യക്തമായി ദൈവകൃപയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന വേദഭാഗം തന്നെയാണ്. അതിന് പല പശ്ചാത്തലങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവ്യക്തത മാറിക്കിട്ടാൻ വേണ്ടിയാണ് വളരെയധികം തവണ വിശദീകരിക്കുന്നത്, വീണ്ടും വീണ്ടും വായിക്കുന്നത്. ഇപ്പോൾ റോമലേഖനം 5-ന്റെ 15 മുതൽ 17 വരെ ഒന്നാം ആദാമും രണ്ടാമതായ ക്രിസ്തുവും തമ്മിലുള്ള വൈരുദ്ധ്യം അവതരിപ്പിക്കുമ്പോൾ ഇപ്രകാരമാണ് അവതരിപ്പിച്ചത്. ചില വാക്കുകൾ അവിടെ പ്രത്യേകം പറയും. ഒരുപോലെയല്ല, അധികമായി, ഏറ്റവും അധികമായി എന്നൊക്കെ പറയുമ്പോൾ വൈരുദ്ധ്യങ്ങളാണ്. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. അപ്പോൾ തന്നെ കാണാതെ വൈരുദ്ധ്യമുണ്ട്. രണ്ട് വിഷയത്തിൽ തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. ഒരുപോലെയല്ല. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്കൊണ്ട് ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. വീണ്ടും വൈരുദ്ധ്യത്തെ ബോധ്യപ്പെടുത്തുകയാണ്. ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യം ഒരുപോലെയല്ല. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, രണ്ട് വിഷയങ്ങളും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. 17 വാക്യം. ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തമാണുവെങ്കിൽ കൃപയുടെ നീതിദാനത്തിൻ്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായ ജീവനിൽ വാഴും. അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാണ് രണ്ടാമത്തെ ആദാമിലൂടെ ലഭിച്ചത്. ഇപ്പം ഈ ഒന്നാം ആദാമും രണ്ടാം ആദാമും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ടുപേരുടെ പ്രവൃത്തികളിൽ വൈരുദ്ധ്യമുണ്ട്. ആദാം പാപമെന്ന പ്രവൃത്തി ചെയ്തു. ക്രിസ്തു തന്നെ തന്നെ യാഗമായി. ആകാം സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം താല്പര്യപ്രകാരം തീരുമാനിച്ചു. കർത്താവ് ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിച്ചു. ദൈവഹിതപ്രകാരം സ്വയം ശൂന്യനാക്കി. രണ്ടുപേരുടെയും പ്രവൃത്തികളുടെ വ്യാപ്തി വലുതാണ്. രണ്ടുപേരുടെയും പ്രവൃത്തിയുടെ വ്യാപനം വളരെ വിശാലമായി വ്യത്യസ്തതയുണ്ട്. മൂന്നാമത് രണ്ടുപേരുടെയും പ്രവൃത്തികളുടെ ഫലവും വ്യത്യാസമുണ്ട്. ആ മൂന്നാമത്തെ പോയിന്റിൽ ഫലത്തിൻ്റെ വ്യത്യാസത്തെക്കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ 17-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്: ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏക നിമിത്തം വാണു. ഏകൻ്റെ ലംഘനം, ആദാമിൻ്റെ ലംഘനത്താൽ വന്നത് മരണമാണ്. ഏക നിമിത്തം മരണം ഒരു ഘോര രാജാവിനെ പോലെ മനുഷ്യകുലത്തിൽ മുഴുവൻ ഭൗതിക മരണവും ആത്മീക മരണവും വാഴുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് രണ്ടാമതാം കൃപയുടെയും നീതിദാനത്തിൻ്റെ സമൃദ്ധി ലഭിക്കുന്നവ, സമർത്ഥമായൊരു അനുഭവത്തിലേക്കാണ് രണ്ടാമതാം നമ്മൾ വാതിൽ തുറന്നു വിട്ടത്. അനുഗ്രഹത്തിൻ്റെ മുഖാന്തരത്തിലേക്ക് നടത്തിയത് സമൃദ്ധിയോടുകൂടിയാണ്. ആ സമൃദ്ധി ലഭിക്കുന്നവർ എന്തു ചെയ്യും? യേശുക്രിസ്തു ഏകൻ നിമിത്തം ഏറ്റവും അധികമായ ജീവനിൽ വാഴും. എന്തൊരു വൈരുദ്ധ്യമാണ്, എന്തൊരു അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാണ്. അത് വളരെ വ്യക്തമായി തന്നെ കാണിക്കുന്നു.
അപ്പം ഏകൻ്റെ ലംഘനത്താൽ മരണം വാണു. മരണം ഒരു ഘോര രാജാവിനെ ക്രൂരനായ ഭരണാധികാരിയെപ്പോലെ ആദാം ലോകത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന മരണം വാഴുകയാണ് ഒരു ഏക പാപി നിമിത്തം. മറുവശത്ത് വളരെ വ്യക്തമായി പറഞ്ഞു, കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ. 3 വൈരുദ്ധ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ തവണ പറയണമെന്ന് ആഗ്രഹിച്ചു. ഒന്നാമത്തെ വൈരുദ്ധ്യം പരാമർശം ഒരിക്കലൂടെ ആവർത്തിക്കാം. ഈ വിഷയത്തിൽ 3 വൈരുദ്ധ്യങ്ങളുണ്ട്. അതിൽ നേരിട്ട് പറഞ്ഞതും അന്തർലീനവുമായിരിക്കുന്നതും. ഒന്നാമത് ദാനത്തിൻ്റെ ഫലം. ദാനത്തിൻ്റെ ഫലവും ലംഘനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ദാനം, ക്രിസ്തുവിലൂടെ ലഭിച്ച നീതിദാനം, കൃപാദാനം, അതും ലംഘനവും ഒരുപോലെയല്ല. ഏകൻ്റെ ലംഘനത്താൽ മരണം ഏകനിമിത്തമാണെങ്കിൽ കൃപയുടെ നീതിദാനത്തിൻ്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു ഏകനിമിത്തം ഏറ്റവും അധികം ജീവനാൽ വാഴും. അപ്പോൾ ദാനത്തിൻ്റെ ഫലം വ്യത്യസ്തമാണ്, ലംഘനം പോലെയല്ല. ദാനത്തിൻ്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത്? സമൃദ്ധിയായിട്ട്. നീതിദാനത്തിൻ്റെ സമൃദ്ധി ലഭിക്കുന്നവർ. സമൃദ്ധി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നീതിദാനത്തിൻ്റെ സമൃദ്ധി. നീതി എന്ന വാക്ക് വളരെ സുപരിചിതമാണ്. റോമലേഖനത്തിലുള്ള വിഷയത്തിൽ ഇംഗ്ലീഷിൽ ജസ്റ്റിഫിക്കേഷനും റൈറ്റസ്നെസ്, 2 വാക്കുകൾ, 2 ഒരേ കുടുംബത്തിൽപ്പെട്ട വാക്കുകളാണ്. ദൈവത്തിൻപിൽ കയറിച്ച് നിൽക്കാനുള്ള യോഗ്യത നേടുന്ന അവസ്ഥ. രണ്ടാമത്തെ വൈരുദ്ധ്യം എന്താണ്? അതിൽ അന്തർലീനമായി കിടക്കുന്ന വിഷയമാണ് രണ്ടാമത്തെ വ്യത്യാസം. ആദ്യത്തെ ആദാമും രണ്ടാമത്തെ ആദാമും തമ്മിലുള്ള അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലം, പ്രഭാവത്തിലുള്ള വ്യത്യാസം. ഇപ്പോൾ നമ്മളൊരു കാര്യം വ്യക്തമായി നമുക്കറിയാൻ സാധിക്കും. ആദാം കൊണ്ടുവന്ന ലംഘനം, അത് കൊണ്ടുവന്ന വലിയ ഭവിഷ്യത്ത് നമുക്കിനി തീരുമാനമെടുക്കാൻ അതിലൊന്നുമില്ല. ആദാമിൻ്റെ ലംഘനം നിമിത്തം മരണം കടന്നു വന്നു. നാം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും തീർച്ചയായും മനുഷ്യർ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആ അവസ്ഥ വരാതിരിക്കുന്ന ഏക വിഭാഗം എന്ന് പറയുന്ന കർത്താവ് മടങ്ങി വരുന്ന സമയത്ത് ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാരായവർ. കർത്താവ് വരുന്ന സമയത്ത് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലുള്ള ഒരു രൂപാന്തരം സംഭവിക്കും. അവർ മാത്രമേ ഉള്ളൂ മരണം കാണാതെ വിടുന്നെടുക്കപ്പെടുന്നവർ. അല്ലെങ്കിൽ മനുഷ്യരായ സകലരും മരണത്തിലൂടെ കടന്നു പോകണം. ജീവനോടെ കർത്താവ് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോയ 1-2 പേരൊഴികെ. മരണം മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല ആ വിഷയത്തിൽ. പക്ഷേ നീതീകരണം, അതിൽ നമുക്ക് തീരുമാനമെടുക്കാം. ഇപ്പം നീതിദാനം ലഭിക്കുന്ന, ആ സമൃദ്ധി ലഭിക്കുന്നവർ, ഒരു ദാനം നമുക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. കർത്താവ് യേശുവിലുള്ള നീട്ടപ്പെട്ട കൃപയുടെയും നീതിയുടെയും ദാനം, അത് വേണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അതിനെക്കുറിച്ചുള്ള കാര്യം നമ്മൾ കേൾക്കുമ്പോൾ, പ്രസംഗം കേൾക്കുമ്പോൾ, സുവിശേഷം കേൾക്കുമ്പോൾ അനുസരിക്കണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അത് വളരെ വ്യക്തമാണ്. റോമർ 1:5, 16-26 വിശ്വാസവും അനുസരണവും തമ്മിലുള്ള ബന്ധം വ്യക്തമാണ്. അപ്പോൾ അനുസരിക്കുകയാണെങ്കിൽ നാം ആ വലിയ അനുഗ്രഹത്തിൻ്റെ, ദാനത്തിൻ്റെ പൂർണ്ണ അനുഭവം നമുക്ക് ലഭിക്കും. മൂന്നാമത്തെ വൈരുദ്ധ്യം അപ്രതീക്ഷിതമായൊരു വൈരുദ്ധ്യമാണ്. ഒന്നാമത്തെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, ആദാമിൻ്റെ ലംഘനത്താൽ മരണമാണ് വാണത്. മരണം വാഴുകയാണ്. രാജാവിനെ പോലെ മരണം വാഴുന്നു. നാം എല്ലാം മരണത്തിൻ്റെ അടിമകളാണ്. മരണത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. മരണം വാഴുകയാണ്. പക്ഷേ പൗലോസ് തുടർന്ന് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിന് മറുവശത്ത് ജീവൻ വാഴുന്നു എന്നായിരിക്കും പറയാൻ പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. അടുത്ത് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ 17-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ ആ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു ഏക നിമിത്തം ജീവൻ വാഴുമെന്നല്ല, ഈ സമൃദ്ധി ലഭിക്കുന്നവർ ജീവനിൽ വാഴും. ആരാ വാഴുന്നത്? വിശുദ്ധന്മാർ, സമൃദ്ധി ലഭിച്ചവർ, ക്രിസ്തുവിലൂടെയുള്ള സമൃദ്ധി ലഭിച്ച, നീതി ലഭിച്ച, കൃപ ലഭിച്ച ദൈവമക്കൾ വാഴുകയാണ്. ജീവൻ വാഴുമെന്നല്ല പറഞ്ഞത്, ജീവനിൽ വാഴുമെന്നാണ് പറഞ്ഞത്. പാപികളായ അടിമകളായിരുന്ന മനുഷ്യർ മരണം വാണ സ്ഥലത്ത് മരണത്തെ തോൽപ്പിച്ച് ജീവനിൽ വാഴുകയാണ്. ഇതാണ് വൈരുദ്ധ്യം. മൂന്നാമത്തെ വൈരുദ്ധ്യം, കർത്താവ് യേശുക്രിസ്തുവിനോട് ചേർക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ഇപ്പോൾ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ വാഴുകയാണ്. ഒരു ദൈവ പൈതൽ വാഴുന്നവനാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിലും 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലും, വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർക്കുന്നവനുമായവൻ. നമ്മളെ രാജ്യം, രാജാക്കന്മാരെന്നാണ്. നമ്മളെ രാജാക്കൻ ഭരിക്കുന്നവരാക്കി മാറ്റി. അതേ പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ, വെളിപാട് പുസ്തകത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു. ഒരു വിശ്വാസി കർത്താവിനോടൊപ്പം വാഴുന്ന അവസ്ഥയാണ്. ഒരു അടിമയല്ല, കർത്താവിനോടൊപ്പം വാഴും. കർത്താവിൻ്റെ ദാസനാണ്, അത് മറ്റൊരു ഉത്തരവാദിത്തമാണ്.
പക്ഷെ വാഴുന്ന അവസ്ഥയാണ്. തോൽക്കേണ്ടവനല്ല ദൈവ പൈതൽ. ക്രിസ്തുവിനോടൊപ്പം വാഴുകയാണ്, നിത്യത വരെ വാഴും. കാരണം പൗലോസ് അപ്പോസ്തലൻ തൻ്റെ പ്രിയപ്പെട്ട ദാസനായ തിമോത്തിയോസിന് എഴുതുമ്പോൾ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. യേശുവിനോട് കൂടെ വാഴുന്ന അനുഭവമാണ്. ഈ ജീവനിൽ വാഴുവെന്ന് പറയുന്നതിൻ്റെ മറ്റൊരു മനോഹരമായ പ്രഖ്യാപനമാണ് കർത്താവ് യേശു യോഹന്നാൻ 10:10 പറഞ്ഞത്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ താൻ വന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തു വളരെ വ്യക്തമായി ഇങ്ങനെ പ്രസ്താവിച്ചു: മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്ര ഞാൻ വന്നിരിക്കുന്നു. കർത്താവ് യേശു നമുക്ക് നൽകപ്പെട്ടത് സമൃദ്ധിയാണ്. ഇപ്പോൾ നമ്മൾ റോമലേഖനം 5 വായിച്ചു. എന്താണ്? കൃപയുടെ നീതിദാനത്തിൻ്റെ സമൃദ്ധി ലഭിച്ചവർ. നമുക്കിത് വായിച്ച് കേൾക്കുമ്പോൾ, പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കൊരു പക്ഷേ കുറ്റബോധം തോന്നുന്നുണ്ടാകും. നമ്മൾ ഞരങ്ങി മുന്നോട്ട് പോവുകയാണ്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ സമൃദ്ധി എന്തെന്ന് അനുഭവിച്ചിട്ടില്ല. ദൈവം നമ്മെ സമർത്ഥമായി വിജയോത്സവമായി നടത്തുന്ന ജീവിതമാണ് എന്ന് വചനം പറയുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വളരെ ശൂന്യത അനുഭവിപ്പിക്കുന്നു. നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ട ആവശ്യമാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? വചന പരിജ്ഞാനമില്ലാത്തതുകൊണ്ടാണ്? അതിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്? ജീവിത വിശദീകരണം ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്? ഇവിടെ വചനം പറയുന്നു നാം ക്രിസ്തുവിനോടുകൂടെ വാഴും, ഇപ്പോൾ തന്നെ വാഴുകയാണ്, സമർത്ഥമായ ജീവനമാണ്. മാത്രമല്ല റോമലേഖനം 6-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിൽ ഇതിൻ്റെ മുന്നോട്ടുള്ള പുരോഗമനത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. അവിടെ പറയുന്നത്, അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു, ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതാണ്. ഒരു പുതിയ ജീവിത അനുഭവമാണ് ദൈവ പൈതലിനുള്ളത്. അവസാനം എന്ത് സംഭവിക്കും? റോമർ 6:23 പറയുന്ന പോലെ, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ നിത്യജീവൻ. ഇതെല്ലാം ആ സമൃദ്ധിയുടെ സൂചനകളാണ്. തീത്തോസ് 1:2 കാണാം, നിത്യജീവൻ. ഇപ്പോൾ ഇവിടെ വീണ്ടും ഊന്നൽ നൽകി ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിലൂടെ പറയുന്ന ഏക മനുഷ്യനെ ആദാമിലൂടെ ദുഃഖം, ദുരന്തം, ദുരിതം കൊണ്ടുവന്നപ്പോൾ രണ്ടാമത്തെ ആദാമായ ക്രിസ്തുവിലൂടെ സന്തോഷം, സമൃദ്ധി, കൃപയുടെ നീതിദാനത്തിൻ്റെ സമൃദ്ധി. അപ്പോൾ ഈ ഭാഗം നമ്മൾ ഉപസംഹരിക്കുമ്പോൾ നമ്മൾ ആ 2 ആദാമിലേക്ക് നോക്കുക. വീണ്ടും ആ 2 ആദാമിലേക്ക് നോക്കുക. ആദ്യത്തെ ആദാം, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗത്തിലെ ആദ്യത്തെ ആദാമിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഇപ്രകാരം നമുക്കൊന്ന് വായിച്ചു പോകാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം ആദ്യത്തെ 5 വാക്യങ്ങൾ: ആദാമിൻ്റെ വംശപാരമ്പര്യമാവിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാമെന്ന് പേരിടുകയും ചെയ്തു. ആദാമിൻ്റെ 130 വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് സേത്ത് എന്ന് പേരിട്ടു. സേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം 800 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും ജനിപ്പിച്ച് ആദാമിൻ്റെ ആയുഷ്കാലമാകെ 930 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. 930 വർഷം വരെ ജീവിച്ച ആദാമിൻ്റെ ചരിത്രം. പക്ഷേ ആദാം കൊണ്ടുവന്നത് എന്താണ്? ഉൽപ്പത്തി 3:17 ഭൂമിയിലേക്ക് ശാപം കൊണ്ടുവന്നു. പാപവും മരണവും ശാപവും. 3:17 മനുഷ്യരോട് ദൈവം കൽപ്പിച്ചത്, നീ നിൻ്റെ ഭാര്യയുടെ വാക്കനുസരിക്കുക. കാരണം ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ ഉപരി മനുഷ്യൻ്റെ വാക്ക് കേട്ട ആദാം, ഭാര്യയുടെ വാക്ക് കേട്ട ആദാം, നീ നിൻ്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിൻ്റെ നിമിത്ത ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിൻ്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പോലും വ്യത്യാസങ്ങൾ വന്നു. കാരണം ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ ഉപരി തനിക്ക് കൂട്ടിന് തുണായി തന്ന ഭാര്യയുടെ വാക്ക് കേട്ട് ദൈവകൽപ്പന ലംഘിച്ചു. അത് ക്രിസ്തു വരുമ്പോൾ മാത്രമാണ് പരിഹരിക്കപ്പെടുന്നത്. ദൈവം ആഗ്രഹിച്ച ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ പുനഃസ്ഥാപനം ക്രിസ്തുവിൽ വരുമ്പോൾ മാത്രമാണ്. അത് എഫേസ്യ ലേഖനം 5 പഠിപ്പിക്കും. മാലാഖയുടെ പുസ്തകം 4:6 പറയുന്ന പോലെ സംഹാര ശബ്ദം, ഭൂമി സംഹാര ശബ്ദം കൊണ്ട് ശപിക്കാതിരിക്കേണ്ടതിന് യോഹന്നാൻ സ്നാപകനെ ഐക്യത്തിനെക്കുറിച്ച് മാലാഖി പറയുന്ന പോലെ ഇതാണ് 1-ാം ആദാം കൊണ്ടുവന്നത്. 2-ാം ആദാമായ ക്രിസ്തു. മത്തായിയുടെ സുവിശേഷം 1:1 തന്നെ ആദാമിൻ്റെ വംശാവലി. അവിടെ അബ്രഹാമിൻ്റെ സന്തതിയായ ദാവീദിൻ്റെ സന്തതിയായ യേശുവിനെ അവതരിപ്പിക്കും. കൊരിന്ത്യർക്കെതിരെ 1-ാം ലേഖനം 15:45 ഒടുക്കത്തെ ആദാം എന്ന് ക്രിസ്തുവിനെ അവതരിപ്പിക്കും. ഈ ആദാമിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ആദ്യത്തെ ആദാമായ ആദാം കൊണ്ടുവന്ന ശാപവും വേദനയും സങ്കടങ്ങളും ദുരന്തങ്ങളും അതിന് പരിഹാരമായി 2-ാം ആദാമിലൂടെ ലഭിച്ച എന്താണ് സംഭവിച്ചത്? വെളിപാട് 22:3 പറയുന്നത് ഇങ്ങനെയാണ്: യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. യാതൊരു ശാപമെല്ലാം നീക്കപ്പെട്ടു കർത്താവ് യേശുവിലൂടെ. ആദ്യത്തെ ആദാം കൊണ്ടുവന്ന ഭൂമിയിലേക്ക് മരണം. പക്ഷേ 2-ാം ആദാം കൊണ്ടുവന്നത് ജീവൻ, സമർത്ഥമായ ജീവൻ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, ആദ്യത്തെ ആദാം വരുത്തി വെച്ച വിനകൾ അത് പരിഹരിക്കുക മാത്രമല്ല അതിലധികം സമർത്ഥമായി, ഏറ്റവും അധികം എന്ന വാക്കുപയോഗിച്ച്. ഇപ്പോൾ തീരുമാനം നമ്മുടേതാണ്. ആദ്യത്തെ ആദാമിനെ പിൻപറ്റി മരിക്കണോ
രണ്ടാമത്തെ ആദാമ യേശുവിനെ പിൻപറ്റി ജീവനിൽ വാഴണോ? നമ്മൾ തീരുമാനിക്കണം. തീരുമാനമെടുക്കാൻ നമുക്ക് അവകാശമുണ്ട്. നമുക്ക് ഭൗതിക മരണത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ പറ്റില്ല. അത് നമുക്ക് മരിക്കേണ്ട സമയത്ത് മരിക്കും. എബ്രായലേഖനം 9:27 അത് ദൈവം നിശ്ചയിച്ചിരിക്കുന്നതാണ്. സ്വയം നമുക്ക് ജീവനെടുക്കാൻ പറ്റില്ല. അത് പാപമാണ്, നരകത്തിൽ പോകും. മരണം ദൈവം നിശ്ചയിച്ചിരിക്കുന്നതാണ്. തീരുമാനമെടുക്കാൻ പറ്റില്ല. അങ്ങനെ തീരുമാനമെടുക്കുന്ന ഏത് വൈദ്യശാസ്ത്ര തീരുമാനങ്ങളും വചനപ്രകാരം തെറ്റാണ്. നിർബന്ധമായ ഒരാളെ കുത്തിവെച്ച് കൊല്ലുന്നതും ഇലക്ട്രിക് ചെയറിലിരുത്ത് കൊല്ലുന്നതും ഒക്കെ തെറ്റാണ്. പക്ഷേ നമുക്ക് ആത്മീകമായ മരണം, അതിൽ നമുക്ക് തീരുമാനമെടുക്കാം. ആ മരണം അനുഭവിക്കണോ, അതിൽ നിന്ന് രക്ഷപ്പെടണോ? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നാം. എഫേസ്യർ 2:1 ആത്മീക മരണം വരാതിരിക്കാൻ, അത് വന്നത് മാറാൻ തീരുമാനമെടുക്കാൻ പറ്റും. അതോ ക്രിസ്തുവിനോട് ചേർന്ന് സ്നാനമേറ്റ് ദൈവമക്കളായി മാറി ജീവനിൽ വാഴണമെന്ന് തീരുമാനമെടുക്കാം. അതിനാണ് സുവിശേഷം നമ്മുടെ അടുക്കൽ വരുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് തീരുമാനമെടുക്കാം. ഭൂമി നമ്മുടെ അനുവാദത്തോടുകൂടി നമ്മൾ ജനിച്ചത്. നമ്മുടെ അനുവാദമില്ല, നമ്മുടെ തീരുമാനമില്ല ഭൂമി ജനിച്ചു വീണത്. മാതാപിതാക്കൾ നമ്മുടെ അനുവാദം ചോദിച്ചിട്ടല്ല നമ്മളെ ഭൂമിയിലേക്ക് നൽകിയത്. പക്ഷേ ആത്മീയ ജീവിതത്തെക്കുറിച്ച് നമുക്ക് തീരുമാനമെടുക്കാം. കർത്താവ് യേശു നൽകി തന്ന സമർത്ഥമായ ജീവിതം വേണോ വേണ്ടയോ? യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണോ? യേശുവിനേക്ക് രക്ഷകനായി വേണോ എന്ന് തീരുമാനമെടുക്കാം. അതൊരു മീറ്റിങ്ങിൽ മാത്രം ഒതുങ്ങേണ്ട വിഷയമല്ല. യേശുവിൻ്റെ വ്യക്തിപരമായ എൻ്റെ രക്ഷകൻ എന്നുള്ളത് ജീവിത അവസാനം വരെ കൊണ്ടുപോകേണ്ട തീരുമാനമാണ്. അപ്പോൾ സമർത്ഥമായ ജീവിതം നമുക്ക് ലഭിക്കും. നമ്മുടെ കയ്യിലാണ് ജീവനും മരണം. തീരുമാനം എന്തെടുക്കണം? തീരുമാനം നമ്മളെടുക്കണം. 18-21 വാക്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ ആരംഭിക്കുമ്പോൾ വളരെ അവ്യക്തമായൊരു വേദഭാഗം, പക്ഷെ അതിൽ വ്യക്തമായ സ്പഷ്ടമായ ചില വിഷയങ്ങളുണ്ട്. 18-21 റോമലേഖനം 5 അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്ക് ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്ക് ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതാകുന്നു. ഇപ്പോൾ 12 മുതൽ 21 വരെയുള്ള വളരെ ബുദ്ധിമുട്ട് പറഞ്ഞ വേദഭാഗം എന്നറിയപ്പെടുന്ന വേദഭാഗത്തിൽ ആദ്യം ആദാമിനെയും ക്രിസ്തുവിനെയും അവതരിപ്പിച്ചു. 12 മുതൽ 14 വരെ. 15 മുതൽ 17 വരെ ഇവർ തമ്മിലുള്ള വ്യത്യാസം, വൈരുദ്ധ്യം കാണിച്ചു തന്നു. തുടർന്ന് ഈ പാഠത്തിൽ 18 മുതൽ 21 വരെയുള്ള പാഠത്തിൽ ഇവർ തമ്മിലുള്ള സാദൃശ്യം, ഇവർ തമ്മിലുള്ള താരതമ്യം അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും അതിനകത്തൊരു അപകട സാധ്യതയുണ്ട്. ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന സുപ്രധാന വിഷയങ്ങൾ മറന്നുപോകാൻ, ലക്ഷ്യം തെറ്റാനിടയുണ്ട്. പ്രാധാന്യമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്, തർക്ക വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ സമയം ചെലവിട്ട് ദൈവം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തമായ സത്യങ്ങൾ കാണാതെ പോകാറുണ്ട്. അങ്ങനെ വരരുത് ഈ വേദഭാഗം പഠിക്കുമ്പോൾ. അപ്പോൾ ഈ വേദഭാഗം നമ്മൾ പഠിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇവർ നമ്മൾ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട്. ഒരു കാര്യം ആദ്യം നമ്മൾ പറഞ്ഞത് അവ്യക്തമായൊരു വേദഭാഗമാണ്, ഒബ്സ്ക്യൂറാണ്, സ്പഷ്ടമല്ല. ഇപ്പം കഴിഞ്ഞ ഭാഗം 15 മുതൽ 17 വരെയുള്ള ഭാഗത്തിൻ്റെ ഊന്നൽ എന്തായിരുന്നു? വ്യത്യാസം, ആദാമും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം, വൈരുദ്ധ്യം. ഒരു ലളിതമായി അതിൻ്റെ ഉപസംഹാരം എങ്ങനെ പറയാം? ദൈവത്തിൻ്റെ ദാനം മനുഷ്യൻ്റെ ലംഘനം പോലെയല്ല. ആദാമിലൂടെ സംഭവിച്ച ലംഘനം അഥവാ പാപം, അതും ദൈവത്തിൻ്റെ ദാനവും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. വെറും ലംഘനത്തെ പരിഹരിച്ച് പോവുകയല്ല. 100 രൂപ കടം വാങ്ങിച്ച് 100 രൂപ തിരിച്ചു കൊടുത്തു കടം വീടി, അങ്ങനെയല്ല. ക്രിസ്തുവിലൂടെ ലഭിച്ചതായ നീതിദാനം, സമൃദ്ധി, ലംഘനം പോലെയല്ല ദാനം. ലളിതമായി പറഞ്ഞാൽ 15-17 വരെ. 18 മുതൽ 21 വരെയുള്ള വേദഭാഗത്തിൻ്റെ ഊന്നലെന്ന് പറയുന്നത് ഒരു താരതമ്യമാണ്, ഒരു സാദൃശ്യമാണ് ആദാമും ക്രിസ്തുവും തമ്മിൽ. പലതവണ ആ വാക്കുകൾ കാണാം. വന്നതുപോലെ, അതുപോലെ, പോലെ, വാണതുപോലെ. താരതമ്യമാണ്. അതുപോലെ എന്ന് കാണിക്കുമ്പോൾ ഇപ്പോൾ പൗലോസിൻ്റെ ഈ വൈരുദ്ധ്യവും സാദൃശ്യവും മാറി ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും. വാക്യം വായിക്കുമ്പോൾ മാറി ഇവിടെ മനസ്സിൽ വരികയും ചെയ്യും. ഇവ തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോൾ വളരെ നേരിയതായിട്ട് കാണാം, വൈരുദ്ധ്യവും താരതമ്യവും. പക്ഷേ ഈ അവസാന വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ആദാമും ക്രിസ്തുവും തമ്മിൽ ഏതെല്ലാം കാര്യത്തിലാണ് താരതമ്യമുള്ളത് നമുക്ക് തുടങ്ങി വയ്ക്കാം. ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം. ഒന്നാമത്, രണ്ടുപേരുടെയും പ്രവൃത്തികൾക്ക് ലോകം മുഴുവൻ വ്യാപിക്കുന്ന അനിഷ്ടകരമായൊരു അനന്തരഫലമുണ്ട്. രണ്ടുപേരുടെയും പ്രവൃത്തികൾക്ക്, ആദാമിൻ്റെ പ്രവൃത്തിയും
ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളും സാർവലൗകികമായൊരു അനന്തരഫലം ഉളവാക്കുന്നതാണ്. അതാണ് 18-ാം വാക്യം. വായിച്ച് അവസാനിപ്പിക്കട്ടെ. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ, സമാന്തര താരതമ്യമാണ്, വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. അപ്പോൾ അനന്തരഫലം സർവ്വലോകത്തിലേക്ക് സകല മനുഷ്യർക്കും വ്യാപിക്കുകയാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം കൂടുതലായിട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ആദാമും ക്രിസ്തുവും, നമ്മൾ ആരെ പിൻപറ്റും? ആദാമിനെ പിൻപറ്റണോ? നരകത്തിലേക്ക്, മരണത്തിലേക്ക് പോകണോ? ക്രിസ്തുവിനെ പിൻപറ്റി സമർത്ഥമായ ജീവിതം അനുഭവിക്കണം, ജീവിതത്തിൽ വാഴണം. തോൽക്കുന്നവരായിട്ടല്ല, ജയിക്കുന്നവരായ വിജയോത്സവമായി ക്രിസ്തുവിൽ നടത്തപ്പെടണം. അത് നാം തീരുമാനിക്കുക. ഇത് നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത ദിവസം. താങ്ക് യു.